ഹായ്, ഇതാണ് ഫോർട്ട് അഗോഡ ജയിൽ മ്യൂസിയം. ഗോവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാർ 1612 ഈ ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് ജയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പോർച്ചുഗീസ് കുറ്റവാളികളെ താമസിപ്പിക്കുന്നതിനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെയും രാഷ്ട്രീയ തടവുകാരെയും തടവിലാക്കാനും ഈ കോട്ട ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കോട്ടയിലേക്കുള്ള എൻട്രി ഫീ 200 രൂപയാണ്. മുതിർന്ന പൗരന്മാർക്ക് 100 രൂപയും നൽകണം എൻട്രി ഫീസായിട്ട്. ഈ കാണുന്നതാണ് ഒരു വീട്. ഈ വീട്ടിൽ ഹസീന മാൻ ജായേംഗെ ഗോവിന്ദയുടെ ഒരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് ആ കാണുന്നത്. ഈ കോട്ടയോട് ചേർന്നാണ് ഈ റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വലിയ എക്സ്പെൻസീവാണ് എങ്കിലും ടേസ്റ്റി ഫുഡ് നമുക്കിവിടുന്ന് കഴിക്കാം. കൂടാതെ അതിമനോഹരമായ ആംബിയൻസ് ഉണ്ട്. പൊതുവെ രാവിലെ ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ കുറവായിരുന്നു. എങ്കിലും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ കാണുന്നതാണ് ഹസീന മാൻ ജായേംഗെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ വീട്. ആ വീടിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഒന്ന് സെക്യൂരിറ്റിക്കാരുമായിട്ട് സംസാരിക്കായിരുന്നു. സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായിട്ടാണ് ഈ അഗോഡ ജയിൽ മ്യൂസിയം കാണുന്നത്. 2021 ശ്രീ പ്രധാനമന്ത്രിയാണ് ഇത് റിനോവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് ഭാഗമാണ്. ചില ആളുകളൊക്കെ മ്യൂസിയത്തിൽ പോയിട്ട് ഇതാ വരുന്നു. മറ്റ് രാജ്യങ്ങളിൽ പോകുന്ന ഒരു ആംബിയൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. കോട്ടയായതുകൊണ്ട് തന്നെ പീരങ്കികൾ നമുക്ക് പല ഭാഗങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് ഓഡിയോ ഗൈഡ്. ഓരോ കെട്ടിടത്തിൻ്റെ പുറം ഭാഗത്തും ഈ ഓഡിയോ ഗൈഡ് ഉണ്ടാവും. ആ ഓഡിയോ ഗൈഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിനകത്തുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഓഡിയോ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കും. ഇത് സ്വാതന്ത്ര്യ സമര സേനാനികളെ അവരുടെ ലിസ്റ്റാണ്, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് ഇതിനകത്ത് ആലേഖനം ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേര് ഗോവയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുണ്ട്. ഈ കാണുന്ന ഓഡിയോ ഗൈഡ് മുഖേന ഇത് തടവറയാണ്. പോർച്ചുഗീസുകാർ അവരുടെ തന്നെയുള്ള കുറ്റവാളികളെയും അതുപോലെ തന്നെ ഇത് സ്വാതന്ത്ര്യ സമര നേതാവാണ് ഇരിക്കുന്നത്. ജയിലിൻ്റെ അകത്തുള്ള ഒരു സീനാണ് ഈ കാണുന്നത്. അതിക്രൂരമായ തടവറയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേക തടവറയും ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് മറ്റൊരു തടവറയുമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുക. നിലവിൽ ഇതെല്ലാം റിനോവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പഴയ ബിൽഡിങ് നിലവിൽ റിനോവേറ്റ് ചെയ്തിട്ടാണ് ഇതുപോലെ കാണാൻ വേണ്ടി കാണുന്നത്. ഇതാണ് മ്യൂസിയത്തിൻ്റെ പുറം ഭാഗമായിട്ട് വരുന്നതാണ് ഇത് മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ്. ഒരു 3-4 മുറികളിലായിട്ടാണ് മ്യൂസിയം നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഡിജിറ്റലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ മ്യൂസിയം കാണാൻ വേണ്ടി പറ്റുക. ഗോവൻ ചരിത്രത്തെക്കുറിച്ചും ഗോവയുടെ പ്രത്യേകതകളെക്കുറിച്ചും ഗോവൻ ബീച്ചുകളെക്കുറിച്ചും കൃത്യമായ രീതിയിലുള്ള അവബോധം നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് തന്നെ അതിമനോഹരമായിട്ടാണ് ഇത് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്.
ശീതീകരിച്ച മുറി ആയതുകൊണ്ട് തന്നെ സുന്ദരമായ രീതിയിൽ നമുക്കിതിനകത്ത് നിൽക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഇന്ത്യ നടത്തിയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓപ്പറേഷൻസുകളൊക്കെ തന്നെ, ആ ഓപ്പറേഷൻസിൻ്റെ ചരിത്രങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ തന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാ കുറേ ടൂറിസ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചിട്ടുള്ള വിശദീകരണമൊക്കെ തന്നെ ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ഗോവയിലേക്ക് ആര് വരുവാണെങ്കിലും ഈ ഒരു ഫോർട്ട് അഗോഡ ജയിൽ മ്യൂസിയം ആരും മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതിസുന്ദരമായ ഒരു മ്യൂസിയമാണ്. ഇവിടെ മ്യൂസിക് ആസ്വദിക്കുന്നവർക്കൊക്കെയുള്ള അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്.